പിടിക്കാൻ പോയിരിക്കുക, സോറി ആട് മേടിക്കാൻ പോയിരിക്കുകയാണ്. ഞണ്ട് കൊണ്ടുവരാണെങ്കിൽ ഞണ്ടിന്റെ വീഡിയോ ഇവിടെ താങ്ങാൻ വേണ്ടി കിടക്കണത് കണ്ട എണ്ണയാണ്, കടുകെണ്ണയാണ്. കുട്ടി എന്തിനാണ് വെറുതെ ബഹളുണ്ടാക്കണമെന്ന് മനസ്സ്. ഒരു 8 മണിന്റെ ഉള്ളിലൊക്കെ വരിക. ഉള്ളിന്റെ കൂടെ തന്നെ തക്കാളി. ഈ മീൻ മരിച്ചിട്ടില്ല. ഓർഡർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അനിയന്റെ വൈഫാണ് കാത്തുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഫിഷിംഗ് അല്ല, മീൻ പിടിക്കാൻ വേണ്ടി ഫാമിലി മൊത്തം പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുള്ളത് ഞാനും എൻ്റെ സ്വീറ്റ് മരുമോളും ദെൻ ഞങ്ങളുടെ സ്മൃതി. സ്മൃതി സ്മൃതിയും ആണുള്ളത് വീട്ടില്. പിന്നെ നിശക്കുട്ടി ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ നിശക്കുട്ടിയും പിന്നെ ഇവളുടെ സ്മൃതിയുടെ ഏട്ടനും കൂടിയിട്ട് മീൻ പിടിക്കാൻ ആട് മേടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള ഫാമിലി മൊത്തം മീൻ പിടിക്കാനും പോയിട്ടുണ്ട്. ഞങ്ങൾ 3 ഗേൾസ് മാത്രമുള്ള വീട്, 4 ഗേൾസ്, കുഞ്ഞിക്കുട്ടിയും ചെയ്ത് 4 ഗേൾസ് മാത്രമുള്ള വീട്ടിൽ. അപ്പോൾ ഞാൻ പോവാന്നൊക്കെ വിചാരിച്ചായിരുന്നു. ബട്ട് എനിക്ക് ജലദോഷം തലവേദന ഭയങ്കരമായത് കാരണം അതുപോലെ എൻ്റെ ജാക്കറ്റ് ഫുള്ളും ഞാൻ ഒരു ജാക്കറ്റ് ബ്ലാക്ക് കളർ ജാക്കറ്റും പിന്നെ ഒരു ഗ്രേ കളറുള്ള ഫുൾ കവറോടുള്ള മറ്റേ എൻ്റെ സ്വട്ടറും ഞാൻ കഴുകി. അപ്പോൾ എനിക്ക് അത് ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പായിരിക്കും ആ സൈഡ്. കണ്ടു എൻ്റെ കൈ മൊത്തം എണിച്ചിരിക്കുന്നത്, മറ്റേ എന്താണ് പറയുക, ഗൂസ് ബംസ് പറയില്ലേ, എണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിശക്കുട്ടിയുടെ ക്യാപ്പായിട്ടിരിക്കുന്നത് തൊപ്പി. അപ്പോൾ ഇന്ന് അവരെന്ത് കൊണ്ടുവരും എന്നറിയില്ല. മീൻ പിടിക്കാനാണ് ഫുൾ ഫാമിലി പോയിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഫാമിലി മാത്രമല്ല പോയിരിക്കുന്നത്, അപ്പുറത്തെ ഗ്രാമത്തിലുള്ള 2-3 ഫാമിലിയും കൂടെ പോയിരിക്കുന്നത്. പിന്നെ ബ്രദേഴ്സ് എല്ലാവരും, കാലേ, ബോങ്ഷെ, സുശീൽ, ചോച്ചെ, പിന്നെ എല്ലാവരും പോയിരിക്കുകയാണ്. ഫുൾ ഫാമിലിയോടെ പോയിരിക്കുന്നത്. ഫാമിലി വിട്ടിട്ട് കളിയേ ഇല്ല ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ശ്വാസം പോട്ടെ. അപ്പോൾ ഞാൻ ഒരു ഫിഷ് കൊണ്ടുവരികയാണെങ്കിൽ ഫിഷിൻ്റെ വീഡിയോ ഇടാം, ഇല്ലെങ്കിൽ ഞണ്ട് കൊണ്ടുവരികയാണെങ്കിൽ ഞണ്ടിൻ്റെ വീഡിയോ ഇടാം. അവരെന്ത് കൊണ്ടുവരും എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മരുമോൾ ഫുഡ് വെക്കാൻ പോണ്, ചോറ് വെക്കാൻ പോണ്. പിന്നെ ചായ കുടിക്കണം, ചായ വെക്കാൻ പോകണം അവള്. അപ്പം ഞാൻ ചായ വെക്കണമെന്ന് കാണിച്ചു തരാം, ചോറ് വെക്കണമെന്ന് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ചോറ് വെക്കുകയാണ്. ഇതിലാണ് ഞങ്ങൾ ചോറ് വെക്കുന്നത്, കണ്ടില്ലേ? ഇതിൽ ഞങ്ങൾ ചോറ് ഊറ്റില്ല, പക്ഷെ ഊറ്റാഞ്ഞിട്ട് കറക്റ്റായിട്ട് മറ്റേ ഡ്രൈ ആയിട്ട്, മീൻസ് നന്നായിട്ട് പൂ പോലെ വിടർന്ന് വന്നിട്ട് വരും. ഇങ്ങനെ ഒട്ടി സ്റ്റിക്കായിട്ട് നിൽക്കില്ല, കറക്റ്റ് സൂപ്പറായിട്ട് ചോറ് വെക്കും എൻ്റെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ ഞങ്ങളുടെ ഈ സൈഡ് ഉണ്ട് ഒരു പൂച്ചക്കുട്ടികൾ ചൂട് താങ്ങാൻ വേണ്ടി കിടക്കണത് കണ്ടോ, എന്ന് ക്യൂട്ടായിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് പുറത്ത് പോയി, 2 ഉള്ളൂ. ഇത് വന്നിട്ട് എണ്ണയാണ്, കടുകെണ്ണയാണ്, കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. കണ്ടോ, കുട്ടി എണിച്ചു, എൻ്റെ സൗണ്ട് കേട്ടിട്ട് എണിച്ചതാണ്. ഈ പണ്ടാരം എന്തിനാണ് വെറുതെ ബഹളുണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. പാവം കുട്ടി പറയാനറിയണ്ടേ. കണ്ടില്ലേ? ബാബു ഷൂറ്റേക്കോ ഞാറാ കിമ്മര ആവശ്യം ഡൊറായിക്കോറാ ബനാta kuho esto kura goresha socholeina നോക്ക്. അപ്പം ഞങ്ങളുടെ കുട്ടിക്ക് എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ പേര് സബീന എന്നാണ്. മലയാള പേര് കണ്ടില്ലേ? മലയാളത്തിലും എൻ്റെ ഫ്രണ്ട്സ് സബീന പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ പേര് വന്നിട്ട് പേര് ഇട്ടിട്ടില്ല. ഞാനു പറയും, കുട്ടിയെ പറയും, പേരിടാത്തൊരു കുട്ടിയാണിത്. അപ്പം ഞങ്ങൾ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്, കടുകെണ്ണ ചൂട് തട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ടല്ലോ, ഞാൻ നേപ്പാളി സ്റ്റൈൽ ഫിഷ് കറി, മസാലകളൊന്നും ചേർത്താണ്ടുള്ള ഫിഷ് കറിയും അതേപോലെ തന്നെ ഞണ്ട് കറി കാണിച്ചതെന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ മീൻ പിടിക്കാൻ പോയ ഫാമിലീസിൽ ഇനിയും കാണാനില്ല. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കാരണം അവർ രാവിലെ എത്ര മണിക്ക് പോയത്? രാവിലെ 10 മണിക്ക് പോയി. 10 മണിക്ക് എല്ലാവരും പോയിട്ട് സമയം ഇപ്പോൾ ഏകദേശം 6:47 ഇനിയും അവരെ കാണാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അവർ എത്ര മണിക്ക് വരുന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ എടുക്കില്ല വീഡിയോ. അവർക്ക് ഒരു 8 മണിൻ്റെ ഉള്ളിലൊക്കെ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും കുക്കിംഗ് വീഡിയോ ഉറപ്പായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കുട്ടി ഉണ്ടാവും ഇവിടെ ദേഹത്ത് കുട്ടി കരയാണ്, അമ്മനെ കാണാനില്ല വേണ്ട. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചു കൊടുത്തതിനെ സമാധാനപ്പെടുത്തിയിരിക്കുകയാണ്.
അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് മാക്സിമം ഞാനും വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ. പാവം കുട്ടികള് സമാധാനപ്പെടുത്തുന്ന ഇങ്ങനെയാണ് മൊബൈൽ കാണിച്ചു കൊടുത്തിട്ട്. നോക്കൂ നിഷ കുട്ടിയോ പോയി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മാമാര് പിടിച്ചിട്ട് വന്ന മീന്. ആക്ച്വലി ഇതെല്ലാവരും ഷെയർ ഇട്ട ശേഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി രണ്ട് ഗ്രാമത്തിലുള്ള ആൾക്കാർ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ മീൻ പിടിച്ചവിടെ തന്നെ ഷെയർ ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ടില്ലേ, 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഇത് 3ാമത്തെ വെള്ളമാണ്. കണ്ടോ എന്ത് കുട്ടി കുട്ടി മീനാണ്. നോക്കൂ നോക്കുതാ, ഇത് നമ്മുടെ മത്തി പോലെ ഉണ്ട്. നോക്ക് മത്തി പോലെ. നോക്ക് സൂപ്പർ ആയിട്ടില്ല ഇത് മീന്. ഈ മീന് മരിച്ചിട്ടില്ല. നോക്ക ഓടുന്നത്. അപ്പൊ ഞാനിതാ മീന്, ഇത് കുട്ടി കുട്ടി മീനാണ്ടില്ലേ. 2 ടൈപ്പ് ഓഫ് മീനുണ്ട്. ഒന്ന് ഈ ടൈപ്പ് ഉള്ളതും ഒന്ന് വന്നിട്ട് ഈ ടൈപ്പ് കണ്ടില്ലേ. 2 ടൈപ്പ് മീനുണ്ട് കണ്ടോ. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ വെക്കണമെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ആക്ച്വലി ഞാൻ വെറുതെ ഇല്ലേ ഓക്കെ നോക്കുന്നു പറയും. ജസ്റ്റ് ഇഗ്നോർ ചെയ്യണം. കാരണം എനിക്കത് ശീലിച്ചു പോയത് കാരണം അത് ആ ശീലം വിടാൻ പറ്റുന്നില്ല. ക്ഷമിക്കണം. അപ്പൊ ഞങ്ങൾ മീന് കഴുകി കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതാണ് മീന് കണ്ടില്ലേ. അപ്പൊ ഈ മീന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യും. വെള്ള മീന് വേറെ, അത് കറുപ്പ് മീന് വേറെ. മീൻസ് ഈ വലിയ മീന് മാറ്റി വെക്കും, എന്നിട്ട് കുട്ടി മീന് വെക്കണ്ടില്ലേ. കാരണം വലിയ മീൻ എന്ന് പറയണത് ഇങ്ങനെ മണക്കാനും, ഇത് ഈ ചെറിയ മീൻ വന്നിട്ട് ചാറ് വെക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കുട്ടി മീന്. കാരണം നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടി മീന്. വൃത്തിയാക്കണത് എൻ്റെ മരുമോളാണ്. കണ്ടില്ലേ, വീണ്ടും ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞു. പ്ലീസ് സോറി. എണ്ണ ചൂടായ ശേഷം ഞങ്ങൾ ഉലുവ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഉലുവ റെഡിയായ ശേഷം ഞങ്ങൾ 2 ഗുണ്ട് മുളക് ഇട്ടിട്ടുണ്ട്. ഇവിടെ മുളക് അധികം ഇടില്ല. കാരണം എൻ്റെ അനിയൻ്റെ വൈഫ് ഫുഡ് കഴിക്കുന്ന നേരം കുട്ടിക്ക് പാൽ കൊടുക്കുന്ന കാരണം എരിവ് അധികം ഇടില്ല. അപ്പോൾ അതാ ഗുണ്ടുമുളക് 2 ഇട്ടിട്ടുണ്ട്. ജീരകം, ഉള്ളി ആൻഡ് ഉള്ളിൻ്റെ ഇല ആൻഡ് വെളുത്തുള്ളി ചതച്ചത് നന്നായി ഇളക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇത് മസ്റ്റാണ്. ഉള്ളിയും ഉള്ളിൻ്റെ ഇലയും ആൻഡ് വെളുത്തുള്ളിയും. കണ്ടില്ലേ, ഞങ്ങൾ ഉള്ളി ഇളക്ക് മണക്കിയ ശേഷം അപ്പത്തന്നെ ഞങ്ങൾ മഞ്ഞപ്പൊടി ഇട്ടാം. കാരണം അപ്പോൾ മഞ്ഞപ്പൊടീൻ്റെ കശപ്പ് മീൻസ് അത് നാടൻ മഞ്ഞളാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കശപ്പിൻ്റെ ചൊയ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മഞ്ഞപ്പൊടി ഇടുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ 2 പാർട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് മീനും അതേപോലെ ഈ ഒരു ടൈപ്പ് മീനും 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് മറ്റേ ജീരകം വീണിരിക്കണ്ട, വേറെ ഒന്നും വിചാരിക്കരുത്. ഇവിടെ ഞങ്ങൾ തക്കാളി മുറിക്കുകയാണ്. അത് മുറിക്കുന്നത് ഞങ്ങൾ നമ്മുടെ സ്വന്തം നിഷക്കുട്ടി അവൾക്ക് നോക്കൊണ്ടിക്ക് പറയണം. പിന്നെ ചെയ്യണ്ട പറയണ. ഉള്ളിൻ്റെ കൂടെ തന്നെ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയ ശേഷം ഈ മീൻ ഇടുക. ഈ മീൻ ഇടുകയാണ്. അപ്പൊ ഇത് ഫുള്ള് ഇടണ്ട, പകുതി ഇട്ടാൽ മതി പറയുന്നുണ്ട്. അപ്പൊ അപ്പൊ ഞാൻ ഫുള്ളിട്ടിട്ടില്ല, പകുതി ഇട്ടിട്ടതാ, പകുതി വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ മഞ്ഞപ്പൊടിയും അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാകുമ്പോൾ നന്നായി ഇളക്കിയ ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പൊ ഞാൻ മീൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തപ്പോൾ സ്ലോമിൽ വന്നു, അതുകൊണ്ടാണ് പകുതി പാർട്ട് കാണാത്തത്. ഓക്കെ. അപ്പൊ നമ്മള് മീൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ വെള്ളം ഒഴിക്കാൻ പോകണം. വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക.
ചാക്കണിയാ ഉപ്പ് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപ്പ് ടേസ്റ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി ഇടണം. ഞങ്ങളുടെ മീൻ ചാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടി തന്നെ ഞങ്ങൾ ബാക്കി വന്നാൽ ബാലൻസ് വെച്ച മീൻ ഇതാ കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഇങ്ങനെ ചീഞ്ചട്ടിയില് താവയില് ഇങ്ങനെ ഒരു ഇല, ടാട്ട ഇല കണ്ട, ടാട്ട ഇല കൊണ്ടുള്ള ഉപയോഗം കണ്ടില്ലേ. അപ്പൊ ടാട്ട ഇലന്റെ മുകളിൽ ഞങ്ങൾ ഇങ്ങനെ മീൻ വെക്കും. എന്തിനു പറഞ്ഞാൽ ഡ്രൈ ഫ്രൈ മീൻസ് ഓയിൽ ഒഴിക്കാണ്ട് ഇലയിൽ വെച്ചിട്ട് അടുപ്പിൽ ചൂടാക്കുക. ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, എനിക്ക് മലയാളം സംസാരിക്കുമ്പോൾ തിക്കി തിക്കി വരുന്നു, അതാണ് ഒരു പ്രശ്നം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടില് മസാലാസ് ഒന്നും ഇടാണ്ട് ഉണ്ടാക്കുന്ന മീൻ ചാർ. പുഴയിൽ നിന്ന് പിടിച്ച മീൻ കണ്ടില്ലേ, എങ്ങനെയുണ്ട് കാണാൻ? നന്നായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ മീൻ ചാർ റെഡിയായി. അടുത്ത് ഞങ്ങളുടെ മീനിനെ വറുക്കുകയാണ്, മീൻസ് ഡ്രൈ ആയിട്ട് ആക്കുകയാണ്. ഇത് ഞങ്ങൾ എടുത്തു വെക്കാനാണ് ഞങ്ങളിങ്ങനെ ചൂടാക്കുന്നത്. കണ്ടില്ലേ, ടാട്ട ഇലയാണ്, ഇതിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഞങ്ങളുടെ മീന് ചെറുതായിട്ട് ഒരു വെന്ത പോലെ ഫീൽ ആവുന്നുണ്ട് അടിഭാഗം. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ടാട്ട ഇല കൊണ്ട് മൂടുക. ഇതില്ലേ, എന്നിട്ട് ഈ ചിമ്മിട്ടിയും ആൻഡ് ആ കരണ്ടിയും വെച്ചിട്ട് മറിക്കുക. എങ്ങനെ വരും എന്നറിയില്ല, ആദ്യമായിട്ടാ ചേടുന്ന പറയുന്നത് ഇവള്. 1 2 3 സ്റ്റാർട്ട്. അയ്യോ, ഞങ്ങള് മറിച്ചത് ഇങ്ങനെ ആയിപ്പോയി, നോക്കൂ. അയ്യോ, അപ്പൊ ഞങ്ങള് സെക്കൻഡ് റൗണ്ടിനുള്ളത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ടാട്ട ഇല കൊണ്ടുള്ളത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ മീനിൽ ഇട്ടിട്ടുണ്ട്, ആൻഡ് സെക്കൻഡ് റൗണ്ട് ഞങ്ങൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മൂടി വെച്ചിട്ടുണ്ട്. അപ്പോ വൃത്തിയാക്കാണ്. കണ്ടില്ലേ, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഞങ്ങളുടെ മീൻ. നോക്കൂ, എനിക്ക് തോന്നുന്നത് നല്ലൊരു ഫുഡാണെന്നാ തോന്നുന്നു. കാരണം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ചൂട് അടുപ്പിൽ വേവിച്ചെടുത്തത്, നമ്മൾ വെള്ളത്തിൽ വേവിക്കുന്ന പോലെ അടുപ്പിൽ വേവിച്ചെടുത്ത ഫ്രഷ് പുഴമീൻ. ഈ മീൻ തിന്നാൻ വേണ്ടി തന്നെ എൻ്റെ അടുത്ത് കറിയും കൊണ്ടിരിക്കുന്ന ഒരു കുള്ളി പൂച്ച. നോക്കൂ, പൂച്ച. ഈ പൂച്ച നിങ്ങൾ കണ്ടത് ഓർമ്മയുണ്ടോ? ഒരു 3 പൂച്ച ഉണ്ട്, ട്രിപ്ലെക്സ്. അതിലെ ഒന്നാണിത്, കണ്ടോ? ജാതാ വൃത്തിയാക്കാണ്. ഇല ഉണങ്ങിയിരിക്കണ ഇല, അപ്പോൾ ഉണങ്ങിയ ഇല എടുക്കാണ്. അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ടും മീൻ റെഡിയായി. ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്, നിഷക്കുട്ടിയും കഴിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.